27 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP നിയോഗിക്കുന്നത് വീണ്ടും ഒരു വനിതയെയാണ്. ABVPയുടെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലെത്തിയ രേഖ ഗുപ്തയാണ് ഇനി ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണാധികാരി. വർഷത്തിനിപ്പുറം രാജ്യ തലസ്ഥാനത്തെ കാറ്റ് BJPക്കൊപ്പം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ആരാകുമെന്നായിരുന്നു വലിയ ചർച്ചകൾ. പല പേരുകൾ ഉയർന്നു, പല മുഖങ്ങൾ ചർച്ചയിൽ വന്നു. ഒടുവിൽ വനിതാ മുഖ്യമന്ത്രി മതിയെന്ന് BJP ഉറപ്പിച്ചു. രാജ്യത്തിന് ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിയെ നൽകിയ ഡൽഹി വീണ്ടും ആ അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും അതിഷിക്കും ശേഷം ഒരു വനിത കൂടി മുഖ്യമന്ത്രിയാകുന്നു, രേഖ ഗുപ്ത. AAPയുടെ ബന്ദന കുമാരിയെ 29,595 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള രേഖയുടെ രാജകീയ വരവ്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ BJPയുടെ ഉറച്ച ശബ്ദമാണ് രേഖ. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയെ നിയോഗിക്കുന്നതിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളും BJPയുടെ കണ്ണിലുണ്ട്. ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ അധികാരം കൈയാളുന്ന BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ. ഹരിയാനയിലെ ജുലാന സ്വദേശിയായ രേഖ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVPയിലൂടെയാണ് രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നേതൃനിരയിലേക്ക് ഉയർന്നു. 1996 ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പഠനശേഷം പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി. 2007 നോർത്ത് പീതംപൂരിൽ നിന്ന് മത്സരിച്ച് കൗൺസിലറായി. സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള സുമേധ യോജന പോലുള്ള സംരംഭങ്ങൾക്കും നേതൃത്വം നൽകി. മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, ഡൽഹി BJP ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തനം. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ തള്ളി ഡൽഹിയുടെ താക്കോൽ രേഖ ഗുപ്തയുടെ കയ്യിൽ BJP കേന്ദ്ര നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ അതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ മാനമുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.